എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഇന്ന് വിധി പറഞ്ഞത്. രേഷ്മ ബാബുവിലേക്ക് പോവുകയാണ്. രേഷ്മ, ഇന്ന് ഈ ശിക്ഷാവിധി വരുമ്പോൾ എങ്ങനെയായിരുന്നു ഈ പ്രതികളുടെയൊക്കെ ഒരു പ്രതികരണം? അവരുടെ ഇന്ന് രാവിലെ മുതൽ വൈകാരികമായ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ അവർ നടത്തി. കോടതി മുറിയിൽ പൊട്ടിക്കരയുന്നു, തങ്ങളുടെ കുടുംബ സാഹചര്യം ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെ പല വിധത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾക്ക് കോടതി മുറി സാക്ഷ്യം വഹിച്ചു. എങ്ങനെയായിരുന്നു ഇന്ന് ജഡ്ജി വിധി പ്രസ്താവന നടത്തുമ്പോഴുള്ള ഒരു പ്രതികരണം? രാഖി, രാവിലെ ഈ വാദം, ശിക്ഷയിന്മേലുള്ള വാദം നടക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും പ്രതികളോട് ചോദിക്കും അവർക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത് ഈ ശിക്ഷ വിധിക്കുന്ന ഘട്ടത്തിൽ, അതിനു മുൻപ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദ്യം ജഡ്ജി ഓരോ പ്രതികളെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഡയസിന് അടുത്തേക്ക് വിളിച്ച് ചോദിച്ചു. അപ്പോൾ രണ്ടാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണി വിതുമ്പിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് തനിക്ക് കുടുംബമുണ്ട്, തൻ്റെ ഏക ആശ്രയം താനാണ് കുടുംബത്തിൻ്റെ ഏക ആശ്രയം, കുഞ്ഞുങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ തനിക്ക് ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ളൊരാവശ്യം മാർട്ടിൻ ആന്റണി ഉന്നയിച്ചു. പൾസർ സുനിയാണെങ്കിൽ അമ്മയ്ക്ക് വെർട്ടിഗോ അസുഖമുണ്ട്, ഏകാശ്രയം ഞാൻ തന്നെയാണ്, അതുകൊണ്ട് ശിക്ഷ പരമാവധി കുറയ്ക്കണമെന്നുള്ളൊരാവശ്യം. അങ്ങനെ എല്ലാ പ്രതികളും, ഈ 6 പ്രതികളും ശിക്ഷ പരമാവധി കുറയ്ക്കണം, കുടുംബ സാഹചര്യം, ഈ പൾസർ സുനിക്കല്ലാതെ മറ്റാർക്കും ഈ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല, അത് ഓരോ പ്രതികളും എടുത്തു പറയുക കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രതികളുടെ നേരിട്ടുള്ള അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും കൂടി നിലപാടും കൂടെ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് പ്രോസിക്യൂഷനിലേക്ക്, അതോടൊപ്പം തന്നെ പ്രതിഭാഗ അഭിഭാഷകരിലേക്കും കോടതി കടന്നത്. ഈ രാവിലെ വാദമൊക്കെ ഏകദേശം 11 മണി മുതൽ 1 മണി വരെ തുടർന്നിരുന്നു. വാദത്തിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷ തന്നെയാണ്. കാരണം ഈ കൂട്ടബലാത്സംഗ കുറ്റം IPC 376D പ്രകാരം സ്വാഭാവികമായിട്ടും പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം കഠിന തടവ് തന്നെയാണ്. ഒപ്പം തന്നെ വധശിക്ഷയിലേക്ക് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസിൽ പോകാവുന്നതേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം കഠിന തടവ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചനയ്ക്കും സമാനമായിട്ടുള്ള രീതിയിൽ ഏറ്റവും പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള ഒരു ആവശ്യം കോടതിയിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ കോടതി അന്നേരം പറഞ്ഞത് ഈ ബലാത്സംഗം ചെയ്തത് 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി മാത്രമാണ്, ബാക്കിയുള്ളവർ കൂട്ടുനിന്നു എന്നുള്ള അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ കൂട്ടുബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുള്ളത്, അവർക്ക് ഒരേ ശിക്ഷ എങ്ങനെയാണ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളൊരു നിലപാട് ആദ്യഘട്ടത്തിൽ വാദം നടന്ന സമയത്ത് ഹണിയും വർഗീസ് ചോദിച്ചിരുന്നു. പക്ഷേ ശിക്ഷാവിധി പ്രസ്താവിച്ച സമയത്ത് എല്ലാവർക്കും ഒരേ തരത്തിൽ, അതായത് ഈ കൂട്ടബലാത്സംഗ കുറ്റം ചുമത്തിയ 1 മുതൽ 6 വരെയുള്ള എല്ലാ പ്രതികൾക്കും ഒരേ ശിക്ഷയാണ് കൂട്ടബലാത്സംഗ കുറ്റത്തിന് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഈ പൾസർ സുനിക്ക് ചില ഈ IT ആക്ട് പ്രകാരം പൾസർ സുനി മാത്രമാണ് അതിൽ കുറ്റക്കാരനായിട്ടുള്ളത്. ഈ IT ആക്ടിലെ 67A-യും 66E-യും അതെന്ന് പറയുന്നത് അശ്ലീല ചിത്രങ്ങൾ എടുക്കൽ, അതോടൊപ്പം തന്നെ അത് പ്രചരിപ്പിക്കൽ, അത് പൾസർ സുനിയിൽ മാത്രമാണ് ആ കുറ്റം ചാർത്തപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്കെതിരെ അതിൽ 3 വർഷം കഠിന തടവും അതോടൊപ്പം തന്നെ പിഴത്തുകയും ഉണ്ട്. പിഴ ഒടുക്കാത്ത പക്ഷം 1 വർഷം കൂടി കഠിന തടവിന് വിധേയമാകണമെന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. അതോടൊപ്പം തന്നെ ഗൂഢാലോചനയ്ക്കും 10 വർഷത്തോളം കഠിന തടവാണ് ഓരോരുത്തർക്കും ചുമത്തിയിട്ടുള്ള ശിക്ഷ എന്ന് പറയുന്നത്. പിന്നീട് തട്ടിക്കൊണ്ടുപോകലിനും 10 വർഷം കഠിന തടവുണ്ട്, 25,000 രൂപ പിഴ ശിക്ഷയുമുണ്ട്. ഈ പിഴ ഒടുക്കാത്ത പക്ഷം സ്വാഭാവികമായിട്ടും 6 മാസം വീതം കഠിന തടവിലേക്കും 1 വർഷം കഠിന തടവിലേക്കും ഒക്കെ തന്നെ പോകേണ്ടി വരും. ഈ ശിക്ഷയൊക്കെ തന്നെ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ് ഏറെ പ്രധാനമായിട്ടും എടുത്തു കാണിക്കേണ്ട അല്ലെങ്കിൽ എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ വിചാരണ കാലയളവിൽ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജയിൽവാസ കാലയളവ് ഈ ശിക്ഷയിൽ നിന്ന് കുറയുക കൂടി ചെയ്യും. ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഏകദേശം 7.5 വർഷക്കാലം റിമാൻഡിൽ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷയിൽ നിന്നും ആ റിമാൻഡ് കാലാവധി കുറയ്ക്കും. അതോടൊപ്പം തന്നെ 2 മുതൽ, അതായത് മാർട്ടിൻ ആന്റണി മുതൽ പ്രദീപ് വരെയുള്ള 2 മുതൽ 6 വരെയുള്ള പ്രതികൾ 6.5 വർഷക്കാലമാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്. അത് ഈ ശിക്ഷയിൽ നിന്ന് കുറയ്ക്കും എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട ഒരു വസ്തുത. മറ്റൊന്ന്, ഈ ശിക്ഷ പ്രഖ്യാപിക്കുന്ന സമയത്ത് കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസാണ് ഈ കേസ്, പക്ഷേ അതിൻ്റെ സെൻസേഷണൽ സ്വഭാവമോ സമീപനമോ ഒന്നും തന്നെ ഇതിൻ്റെ വിധി പ്രസ്താവത്തിൽ ബാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഈ കുറ്റകൃത്യം, അതായത് ഈ ഓരോ പ്രതികളുടെയും
പ്രവൃത്തി മൂലം ഈ ഇരയാക്കപ്പെട്ട അതിജീവിതയുടെ അന്തസ്സിന് ചോദ്യം ചെയ്യപ്പെടുന്നതായിരുന്നു, കളങ്കപ്പെടുത്തുന്നതായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, എന്തുകൊണ്ടാണ് ഈ ശിക്ഷ പരമാവധിയിലേക്ക് എത്താതിരുന്നത്? അത് നിർഭയ കേസിലെ സൈറ്റേഷൻ വെച്ചിട്ടാണ് കോടതി പറഞ്ഞത്. മുകേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഡൽഹി നിർഭയ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ ഘടകങ്ങൾ, അതിന്റെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശിക്ഷ ഏറ്റവും കുറഞ്ഞ രീതിയിലേക്ക് എത്തിയത്, പരമാവധി ശിക്ഷ എന്നതിലേക്ക് കോടതി എത്തിച്ചേരാതിരുന്നതും എന്നാണ് ജഡ്ജി ഹണിയം വർഗീസ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ അതായത് ഈ പ്രതികൾക്ക് എല്ലാവർക്കും 40 വയസ്സിൽ താഴെയാണ് പ്രായം. മാത്രവുമല്ല മാനസാന്തരപ്പെടാനായിട്ടുള്ള സാധ്യതകൾ ഇക്കാര്യത്തിലുണ്ട്. അതുൾപ്പെടെയുള്ള ഘടകങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഒരു ശിക്ഷ വിധിക്കുന്ന സമയത്ത്. അതും കൂടി കണക്കിലെടുത്തും ഒപ്പം തന്നെ പ്രതികളുടെ ഒക്കെ തന്നെ കുടുംബ പശ്ചാത്തലം, ഇതിൽ പൾസസുനി അല്ലാതെ പൾസസുനി ഒഴിച്ചുള്ള ബാക്കി 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മുൻകാല ക്രിമിനൽ പശ്ചാത്തലം അടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി ഇത്തരത്തിലൊരു വിധി പറഞ്ഞത്.